ലോകകപ്പ് യോഗ്യതയിലെ ആദ്യ മത്സരത്തിൽ ജർമ്മനി സ്ലോവാക്യയോട് അപ്രതീക്ഷിത പരാജയം ഏറ്റുവാങ്ങി. എതിരില്ലാത്ത 2 ഗോളുകൾക്കായിരുന്നു ജർമ്മനിയുടെ തോൽവി. ബ്രാട്ടിസ്ലാവയിൽ നടന്ന മത്സരത്തിൽ ഡേവിഡ് ഹാങ്കോയും ഡേവിഡ് സ്ട്രെലക്കും സ്ലോവാക്യയ്ക്കായി ഗോളുകൾ നേടി. ജർമ്മനിയുടെ പ്രതിരോധത്തിലെ പിഴവുകൾ ചൂഷണം ചെയ്ത് സ്ലോവാക്യ വിജയം നേടി. ജർമ്മനിയുടെ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിലെ ആദ്യ എവേ തോൽവിയാണിത്. ഇത് അവരുടെ 2026 ലോകകപ്പ് യോഗ്യതാ പ്രതീക്ഷകൾക്ക് വലിയ തിരിച്ചടിയാണ്. മറ്റൊരു മത്സരത്തിൽ ഗ്രൂപ്പ് ഇയിൽ സ്പെയിൻ ബൾഗേറിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. മൈക്കൽ ഓയർസബാൾ, മാർക്ക് കുക്രേയ, മൈക്കൽ മെറീനോ എന്നിവർ ഗോളുകൾ നേടി. സ്പെയിൻ്റെ യോഗ്യതാ പോരാട്ടത്തിന് ശക്തമായ തുടക്കം നൽകി. ഗ്രൂപ്പ് ജെയിൽ ബെൽജിയം ലിസ്റ്റൻസ്റ്റൈനെ എതിരില്ലാത്ത 6 ഗോളുകൾക്ക് തകർത്തു. യൂറി ടെലമൻസ് ഇരട്ട ഗോളുകൾ നേടിയപ്പോൾ കെവിൻ ഡി ബ്രൂയ്ന, ആർത്തർ തിയാറ്റെ, മാക്സിം ഡി കോയ്പർ, മാലിക് ഫൊഫാന എന്നിവർ ഓരോ ഗോൾ വീതം നേടി. അതേസമയം നെതർലൻഡ്സിനെ പോളണ്ട് സമനിലയിൽ തളച്ചു. മത്സരത്തിൽ ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി. നെതർലൻഡ്സിനായി ഡെൻസൽ ഡംഫ്രീസും പോളണ്ടിനായി മാറ്റി കാഷുമാണ് ഗോളുകൾ നേടിയത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.